ഗംഗാവാലി പുഴയുടെ മറുകരയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇതിന് തൊട്ടപ്പുറത്താണ്, ആ കാണുന്ന സ്ഥലത്താണ് ദുരന്തമുണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പുഴയുടെ മറുകരയ്ക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ, മണ്ണിടിഞ്ഞ് കിടക്കുന്ന ദൃശ്യങ്ങൾ. അതിനടിയിൽ എവിടെയെങ്കിലും ലോറി പെട്ടുപോയിട്ടുണ്ടാകാം എന്ന സംശയത്തിൻ്റെ പേരിലാണ് ഈ കഴിഞ്ഞ 7 ദിവസവും അവിടെ മണ്ണ് മാറ്റി പരിശോധന നടത്തിയത്. ഒടുവിൽ ലോറി അവിടെ ഇല്ല എന്ന് സ്ഥിരീകരണം വരുന്നു. അതിനുശേഷമാണ് പുഴയിലേക്ക് ലോറി പതിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ എത്തുന്നത്. നോക്കൂ, ഈ കാണുന്നതാണ് ഗംഗാവാലി പുഴ. ഏതാണ്ട് 300 മീറ്ററോളം വീതി ഉള്ള ഒരു പുഴ. കുത്തി ഒഴുകി ഒലിക്കുന്ന ഈ പുഴയ്ക്ക് പലയിടങ്ങളിലും പല സ്വഭാവമാണ്. ചിലയിടത്ത് വലിയ ആഴമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 20-22 അടി ആഴം ഈ പുഴയ്ക്കുണ്ട്. അത്രയും ആഴമുള്ള പുഴയിലേക്കാണ് മണ്ണ് വന്ന് വീണ് പുഴയുടെ മുകൾ പരപ്പും കവിഞ്ഞ് ഇപ്പോൾ മൺകൂനി ഇങ്ങനെ കിടക്കുന്നത്. അതായത് ഒരു 22 അടിയോളം ഉയരത്തിൽ പുഴയിൽ ഇങ്ങനെ മണ്ണ് കൂടിക്കിടക്കുന്നുണ്ട്. അതിനടിയിൽ ചെളിയിൽ പുതഞ്ഞ് എവിടെയെങ്കിലും ഈ ലോറി കിടപ്പുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും പുഴയിലാണ് പരിശോധന. അതിന് തൊട്ടപ്പുറത്തേക്ക് നോക്കൂ, അവിടെ കര നാവിക സേനകൾ സംയുക്തമായി പുഴയിലെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരസേനയുടെ പ്രത്യേക റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ റഡാർ ഉപയോഗിച്ച് ഈ പുഴയ്ക്ക് മുകളിൽ പരിശോധന നടത്തി ഏതെങ്കിലും ലോഹ കണ്ടന്റ് ഈ പുഴയ്ക്കടിയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ, സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ ഇപ്പോൾ പോയിന്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ പോയിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതാണ്ട് 16-18 അടി ആഴത്തിൽ തുരന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഉപകരണം ഉപയോഗിച്ച് ആ പ്രദേശം തുരന്ന് പരിശോധിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ്. ആ മഴയെ തുടർന്ന് കാലാവസ്ഥ അത്ര അനുകൂലമായിരുന്നില്ല. അതുകൊണ്ട് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ പരിശോധന തുടങ്ങിയത്. ഇനി അധികമാരും കാണാത്ത മറ്റ് ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണണം. അതായത് പുഴയുടെ അങ്ങേക്കരയിൽ ഉണ്ടായതിനേക്കാൾ വലിയ ആഘാതമാണ് ഈ മണ്ണിടിച്ചിൽ ഈ മറുകരയിൽ ഉണ്ടാക്കിയത്. ഇതുവഴി ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം നോക്കൂ. ഈ സ്ഥലത്ത് വലിയ വീതി കൂടിയ ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് പൂർണ്ണമായും എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ തകർത്താണ് ഈ പുഴയിലെ വെള്ളം, ഈ മലയിടിച്ചിലിനെ തുടർന്ന് വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറുന്നത്. ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ ഇടിച്ച് തകർന്ന് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് കയറുന്നു. അതിനുശേഷം ഇതാ നോക്കൂ, ഈ ഭാഗത്ത് ഇതിൻ്റെ മറുകരയിലേക്ക് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം അതിശക്തമായി കുത്തിയൊലിച്ച് മുകളിലേക്ക് വന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്. അങ്ങനെ വരിക മാത്രമല്ല, വലിയ ദുരന്തമുണ്ടാക്കിയാണ് ആ മലവെള്ളം ഇറങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ ആ പുഴയിലെ ആ വെള്ളം ഇറങ്ങിപ്പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതടക്കം 7 വീടുകൾ ഇവിടെ നിന്ന് പൂർണ്ണമായും തകർന്നു. ഇന്ന് രാവിലെ മൃതദേഹം ലഭിച്ച സന്നു ഹനുമന്ത് ഗൌഡ എന്ന് പറയുന്ന സ്ത്രീയുടെ വീടാണ് ഈ കാണുന്നത്. അവരുടെ ബന്ധുക്കളാവാം ഒരുപക്ഷെ. ആ വീടിന് മുറ്റത്ത് നിറഞ്ഞ സങ്കടവുമായി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അവർ കയ്യിൽ പൂവും മറ്റുമൊക്കെയായി അവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം, ചടങ്ങുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാമായി അവരുടെ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സന്നു ഹനുമന്ത് ഗൌഡ എന്ന് പറയുന്ന 51കാരി ഈ വെള്ളം ഇങ്ങനെ കുതിച്ചു ഉയർന്നു വരുമ്പോൾ സമയത്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഇവിടുത്തെ ദൃക്സാക്ഷികളിൽ നിന്നും മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിനപ്പുറത്ത് ഇവരുടെ മൃതദേഹം കിട്ടുന്നത് ഗംഗൈഹൊള എന്ന സ്ഥലത്ത് നിന്നാണ്. അതായത് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 10 കിലോമീറ്ററോളം അകലെ നിന്നാണ് ആ മൃതദേഹം ലഭിക്കുന്നത്. മൃതദേഹം കരക്കടിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അത് നാട്ടുകാർ കണ്ടെത്തുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്ത് ഇന്ന് പുലർച്ചെയാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്.
അപ്പോൾ ഇപ്പോൾ മൃതദേഹം ഇവിടെ ഹോസ്പിറ്റലിലാണുള്ളത്. ആ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിയേക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ ബന്ധുക്കളൊക്കെ അതിനുവേണ്ടി ആ മൃതദേഹം എത്തുന്നത് പ്രതീക്ഷിച്ചാണോ എവിടെയാണോ സംസ്കാരമെന്ന് കൃത്യമായി അറിയില്ല. നമുക്കത് അന്വേഷിക്കേണ്ടി വരും. എന്തായാലും ആ വീടിന് മുറ്റത്തുണ്ട്. ഇതിനപ്പുറത്തേക്ക് 7 വീടുകൾ, ഈ നിരയിൽ ഉണ്ടായിരുന്ന 7 വീടുകൾ പൂർണ്ണമായും ഈ സംഭവത്തിൽ തകർന്നു, പൂർണ്ണമായും തകർന്നു. അതായത് ഈ വെള്ളം ഇങ്ങനെ കയറി വരുന്നത് കണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകൾ, വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അവരൊന്നും ദുരന്തത്തിൽപ്പെട്ടില്ല. ഈ 51-കാരിയായ സ്ത്രീ മാത്രമാണ് ഈ ദുരന്തത്തിൽ ഈ ഭാഗത്ത് നിന്ന് ഒലിച്ചു പോകുന്നത്. അതായത് ഈ 7 വീടുകളിൽ നിന്ന് ഒലിച്ചു പോയത് ഈ ഒരു സ്ത്രീ മാത്രമാണ്. മാത്രമല്ല ഈ പ്രദേശത്തുണ്ടായിരുന്ന കൃഷിയെല്ലാം പൂർണ്ണമായും തകർന്നു. വീടുകൾ, കൃഷി ഒക്കെ നശിച്ചു. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിരയിൽ അതിനപ്പുറത്ത് ഒരു വലിയ വീടുകളുടെ നിര ഇങ്ങനെ കാണാം. ആ വീടുകളുടെ നിരക്ക് ഇപ്പുറത്തേക്ക് 7 വീടുകൾ ഉണ്ടായിരുന്നു. ആ 7 വീടുകൾ പൂർണ്ണമായും നശിച്ചു. അതിനപ്പുറത്ത് ഒരു വീട് ഭാഗികമായും നശിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള നാശനഷ്ടം വരുത്തിയാണ് ഈ ദുരന്തം കടന്നുപോയത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും എന്തെങ്കിലും സർക്കാരിന്റെ സഹായമൊക്കെ ഇവർക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് ഇവരുള്ളത്. അവരുടെ ഈ മരിച്ച സ്ത്രീയുടെ വീട്ടിലേക്ക് അവരുടെ അയൽവാസികൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് പുഴയിൽ നിന്ന് ഏതാണ്ടൊരു 10 അടിയിലധികം ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്രയും ഉയരത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഇരച്ചു കയറി. അതായത് അപ്പുറത്തെ റോഡ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ റോഡിനേക്കാൾ ഉയരത്തിലാണ് ശരിക്കും ഈ സ്ഥലമുള്ളത്, ഈ വീടൊക്കെ സ്ഥിതി ചെയ്തിരുന്നത്. ആ വീടുകളൊക്കെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഈ ദുരന്തം വന്നു പോകുന്നത്. റോഡുകൾ തകർത്തു. ഈ ഭാഗത്തേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നു. 7 വീടുകൾ തകർന്നു. ഒരു 51-കാരിയായ ഒരു സ്ത്രീ ദുരന്തത്തിൽ മരിച്ചു. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ഈ പ്രദേശത്ത് കൃഷി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കൃഷിയെല്ലാം പൂർണ്ണമായും തകരുകയും ചെയ്തു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ദുരന്തമാണ് 8 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടാവുന്നത്. ആ ദുരന്തത്തിൽപ്പെട്ട 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാർ ഔദ്യോഗികമായി പറയുന്നത്. അതിനിടയിലാണ് ഇന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു മൃതദേഹം പാതി അറ്റുപോയ നിലയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. അതും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ആരുടേതാണെന്ന് കൃത്യമായി അറിയില്ല. മാത്രമല്ല ഇതിന് തൊട്ടപ്പുറത്തെ കരയിൽ ഒരു ചായക്കട നടത്തിയിരുന്ന ആ ചായക്കടയുടെ ഉടമസ്ഥനടക്കം അവരുടെ കുടുംബത്തിലെ 3 പേർ അടക്കം 5 പേർ ആ കടയിൽ നിന്ന് ഒലിച്ചു പോയിരുന്നു. അങ്ങനെ നിരവധി പേരുടെ മരണത്തിനും നിരവധി വീടുകളും മറ്റും വീടുകളടക്കമുള്ളവയുടെ നാശത്തിനും കാരണമായ ഒരു വലിയ ദുരന്തമാണ് 8 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നത്.